എല്ലാവർക്കും വന്ദനം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അത് നമ്മൾ പിടിച്ചെടുക്കുന്നതാണ്. സ്വർഗരാജ്യത്തെ യോഹന്നാൻ്റെ നാൾ മുതൽ ഇന്ന് വരെ ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നു, അതിനെ പിടിച്ചടക്കുന്നു എന്ന് യേശു പറഞ്ഞത് ഓർമ്മയുണ്ടോ? യോഹന്നാൻ്റെ നാൾ മുതൽ. കാരണം യോഹന്നാനാണ് പറഞ്ഞത് യേശുവിൽ ഒരു ജയമുണ്ടെന്നും ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശുവാണെന്നും ഞാൻ ആരെ സ്നാനം കഴിപ്പിക്കുന്നു അവൻ തീയിലൂടെ സ്നാനം കഴിപ്പിക്കുമെന്നും. അങ്ങനെ യേശുവിനെ സ്നാനപ്പെടുത്തിയപ്പോൾ വലിയൊരു കൂട്ടം യോഹന്നാൻ്റെ ശിഷ്യന്മാർ പോലെ യേശുവിൻ്റെ പുറകെ പോയി. അവരിൽ പലരും ബലാത്കാരം ചെയ്ത് അവരുടെ അനുഗ്രഹങ്ങൾ യേശുവിൽ നിന്ന് പ്രാപിച്ചെടുത്തു. ഒരു ബലപ്രയോഗമില്ലാതെ ഒരിക്കലും ദൈവരാജ്യത്തിൽ നിന്നൊരു അനുഗ്രഹം പ്രതീക്ഷിക്കേണ്ട. രക്ഷ നമ്മൾ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞപ്പോൾ ലഭിച്ചെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും ഒരു ബലപ്രയോഗം വേണം. വിശ്വാസം ഒരു ബലപ്രയോഗമാണ്. ആരോട്? അവിശ്വാസത്തോട് ഉള്ള ഒരു ആക്രമണമാണ്. അവിശ്വാസം പറയുന്നു നിനക്ക് ഭാവിയില്ല, നീ ഒരു പരാജയമാണ്, നീ ആദാമ്യ സന്തതിയാണ്, നരകം നിനക്കുള്ളതാണ്, നീ പിശാചിൻ്റെ കൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനും വിധിക്കപ്പെട്ടവനുമാണ്. അവിശ്വാസം നമ്മോടിത് പറയുമ്പോൾ വിശ്വാസം പറയുന്നു അല്ല, യേശുവിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും, യേശു ഇരിക്കുന്നിടത്ത് അവൻ ഇരിക്കും, യേശുവിലുള്ള എല്ലാ അനുഗ്രഹവും അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്നവനുള്ളതാണ്. യേശുവിനെ പിതാവ് ആദരിച്ചതുപോലെ ഈ വ്യക്തിയെയും പിതാവ് ആദരിക്കും. ഇതാണ് വിശ്വാസം നമ്മോട് സംസാരിക്കുന്നത്. അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അവിശ്വാസത്തിനകത്ത് ആശയില്ല, കാത്തിരിപ്പില്ല. അതിൽ നിരാശയും പരാജയവും മാത്രമേ ഉള്ളൂ. എന്നാൽ വിശ്വാസം നമുക്ക് ധൈര്യം കൊണ്ടുവരുന്നു, അവിശ്വാസം നമുക്ക് ഭയം കൊണ്ടുവരുന്നു. നാം വിശ്വാസ സമൂഹമാണ്, വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ്. നമ്മൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, നമ്മൾ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. അബ്രഹാം വിശ്വാസത്താൽ ജീവിച്ചു, നോഹ വിശ്വാസത്താൽ ജീവിച്ചു, ഹാനോക്ക് വിശ്വാസത്താൽ നടന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, അവൻ വിശ്വാസത്താൽ മുന്നോട്ട് പോയി. ഇവരെല്ലാം അത്ഭുതങ്ങളായി മാറി. ദൈവത്തെ ഒരാൾ വിശ്വസിച്ചാൽ അതവന് പ്രസാദമാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അതായത് വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ അവൻ ചെയ്ത് എങ്ങോട്ടെന്നില്ലാതെ പുറപ്പെട്ടു. അതുകൊണ്ട് ദൈവം അത് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് അവൻ വിശ്വാസികളുടെ പിതാവായി മാറി. ആശയ്ക്ക് വിരോധമായി ആശയോടെ അവൻ വിശ്വസിച്ചു. അതായത് നിരാശപ്പെടാൻ മാത്രം സാഹചര്യമുള്ളപ്പോൾ അവൻ വിശ്വസിച്ചു. ഇന്നിത് കേൾക്കുന്ന എത്ര പേർ നിരാശയുടെ നടുവിൽ വിശ്വസിക്കും? നിരാശയുടെ നടുവിൽ നിന്നിട്ട് പറയണം, ഇല്ല, എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ടെല്ലാം മാറ്റും, എൻ്റെ ദൈവം എൻ്റെ അവസ്ഥകളെല്ലാം മാറ്റും. അതിനാണ് ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളൊന്ന് വായിക്കാം. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന യവനും ആദ്യം മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. അതായത് ദൈവം എല്ലാ നന്മകളും യഹൂദന് വച്ചിരിക്കുകയാണ്. യഹൂദന് കൊടുത്തിട്ടേ ബാക്കിയുള്ളവർക്കുള്ളൂ. അതുകൊണ്ടാണ് ദൈവം സ്വന്തം പുത്രനെ യഹൂദന്മാരുടെ ഇടയിലേക്ക് അയച്ചു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ അവനെ കൈക്കൊള്ളാൻ ജാതികൾ വന്നപ്പോൾ ജാതികളെ ദൈവം കൈക്കൊണ്ടു.
അവനെ കൈക്കൊണ്ടവർ ദൈവമക്കളായി. വാസ്തവത്തിൽ യഹൂദന്മാരാണ്, അബ്രഹാമിൻ്റെ മക്കളാണ് ദൈവമക്കളാകേണ്ടിയിരുന്നത്. എന്നാൽ അവരിന്നും അബ്രഹാമിൻ്റെ മക്കളാണ്. എന്നാൽ നമ്മളോ യേശുവിനെ കൈക്കൊണ്ടു എന്ന കാരണത്താൽ ദൈവമക്കളാണ്. അബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറയുന്ന അഭിമാനം യഹൂദന്മാർക്കുണ്ടെങ്കിൽ ദൈവമക്കൾ എന്ന് പറയുന്ന അഭിമാനം നമുക്കുണ്ട്. അബ്രഹാമിൻ്റെ മക്കളായതുകൊണ്ട് അവർക്കൊരു രാജ്യമുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമുക്ക് ദൈവരാജ്യമുണ്ട്. അബ്രഹാമിൻ്റെ മക്കൾക്ക് ഒത്തിരി അനുഗ്രഹമുണ്ട്, അതുകൊണ്ട് അവർ അതുപോലെ ഈ ലോകത്തിൽ ശോഭിച്ചു നിൽക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ജ്യോതിസുകളെ പോലെ അധികം ശോഭിച്ചു നിൽക്കുന്നു. അപ്പോൾ സഭ, യഹൂദൻ, ജാതി, 3 ഗ്രൂപ്പേ ഇന്ന് ഭൂമിയിലുള്ളൂ. മനുഷ്യവർഗത്തെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചാൽ 1 സഭ, 2 യഹൂദൻ, 3 ജാതി. ഇതിലേതിൽപ്പെടുന്നു നിങ്ങൾ എന്ന് നിങ്ങളെ എപ്പോഴും ഓർത്തേക്കണം. നിങ്ങൾ ജാതികളിലാണോ? നരകം മാത്രമേ ഉള്ളൂ. നിങ്ങൾ യഹൂദനാണോ? ഒരു വിശേഷതയുമില്ല. നിങ്ങൾ ദൈവമക്കളാണോ? നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരായി മാറി. അപ്പോൾ ദൈവം അനുഗ്രഹം കൊണ്ടുവന്നപ്പോൾ ആദ്യ യഹൂദനും പിന്നെ ജാതികൾക്കും പിന്നെ യവനനും. ശിക്ഷയും അതുപോലെ തന്നെയാണ്. ആദ്യ യഹൂദനും പിന്നെ യവനനും. ഞാനത് ഒന്നുകൂടി വായിക്കാം. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനനും വരും. അപ്പം തിന്മ പ്രവർത്തിക്കുന്നവർക്ക് കഷ്ടവും സങ്കടവും ഉണ്ടാകും. അത് യഹൂദനായാലും ജാതികളായാലും തിന്മ പ്രവർത്തിക്കുന്നവരെ ദൈവം വെറുത്ത് പിശാചിനുള്ള സ്ഥലത്തേക്ക് പറഞ്ഞു വിടും. നന്മ പ്രവർത്തിച്ചവർക്ക് കർത്താവ് വെച്ചിരിക്കുന്ന നിത്യജീവനും സ്വന്തമാക്കാം. അതുകൊണ്ടാണ് കോലാടുകളെയും ചെമ്മരിയാടുകളെയും പോലെ വേർതിരിച്ച ആ ഒരു ഉപമ യേശു പറഞ്ഞത്. കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിച്ച് രാജാവ് പറഞ്ഞു. അതുപോലെ ജനങ്ങളെ വേർതിരിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞാടുകളോട് പറഞ്ഞു, ചെമ്മരിയാടുകളോട് പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിക്കാൻ വന്നു. ഞാൻ തടവറയിലായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ ചെമ്മരിയാടുകൾ പറയും, കർത്താവ്, ഞങ്ങൾ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ കർത്താവ് പറയും, ഈ എളിയവർക്ക് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തത്. അപ്പോൾ ഒരു നന്മ ചെയ്തു. മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിനാണ് ചെയ്യുന്നത്. ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനെ സഹായിക്കുകയാണ്. കർത്താവിൻ്റെ പ്ലാനാണ്. ദരിദ്രർ എല്ലായ്പ്പോഴും നിങ്ങളുടെ ചുറ്റുമുണ്ടല്ലോ എന്ന്. അതായത് ഒരു പഠനം നടത്തിയതിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന സഭകൾ ആർത്തു വളർന്നിട്ടുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ വേദനയിലോട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് കർത്താവിൻ്റെ പ്ലാനാണ്. വസ്ത്രമില്ലാത്തവരും ഭക്ഷണമില്ലാത്തവരും ജീവിതമാർഗമില്ലാത്തവരും അവരുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെന്നേ. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം കഴിഞ്ഞ് ഒരു പങ്ക് അവർക്ക് വേണ്ടി കൂടി നമ്മൾ മാറ്റിവെക്കണം എന്നുള്ളത് കർത്താവിൻ്റെ ഹിതമാണ്. അപ്പം നന്മ ചെയ്യുന്നവർക്ക് നന്മയും തിന്മ ചെയ്യുന്നവർക്ക് തിന്മയും കർത്താവ് വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ല. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും. സമാധാനം എങ്ങനെയാണ് ഉണ്ടാകുന്നേ? നന്മ ചെയ്യുന്നവർക്ക് സമാധാനം ഉണ്ടാവും. ഓ, എനിക്ക് ഒരു സമാധാനവും ഇല്ല, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ, അങ്ങനെയൊന്നും കിട്ടില്ല. നിങ്ങൾ നന്മ ചെയ്താൽ കിട്ടേണ്ടത്. സമാധാനം ഒരാൾ തലയെ കൈവച്ചുകൊണ്ട് ആ തലക്ക് പിടിച്ച് കറക്കിയാൽ കിട്ടുന്ന സാധനമല്ല. മഹത്വവും മാനവും സമാധാനവും നന്മ ചെയ്യുന്നവർക്കുണ്ട്. മഹത്വം, എവിടെ പോയാലും ഒരു ബഹുമാനം, വലിയ പദവികൾ,
എല്ലാവരാലും മാനിക്കപ്പെടുന്ന അവസ്ഥ, പിന്നെ ഭയങ്കര സമാധാനം. ഇത് ദൈവം തരുന്നതാണ്. മഹത്വവും മാനവും സമാധാനവും ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതാണ്. അത് നന്മ ചെയ്യുന്നവർക്കേ ലഭിക്കൂ. ജീസസ് എവരിയുടെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ നന്മയുടെ 10% കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കാരണം 10 ദൈവത്തിന് കൊടുക്കുകയല്ല, 10 ആദ്യത്തേത് ദൈവത്തിന് നാം കൊടുക്കുകയാണ്. എന്നിട്ട് 90% നാം ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെന്ന് എടുത്ത് നാം ദൈവത്തിന് കൊടുക്കുന്നു. ഈ 10 ദൈവത്തിൻ്റെതാണ്. ആ ഒരു ചിത്രം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. 10% എങ്ങനെ കൊടുക്കും? നിങ്ങളുടെയാണെന്നുള്ള ചിന്ത വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ദശാംശം കൊടുക്കാൻ കഴിയില്ല. 100% ദൈവത്തിൻ്റേതാണ് നിങ്ങളുടെ കയ്യിലും എൻ്റെ കയ്യിലും ഉള്ളതെന്ന് അറിയുമ്പോൾ അതിൽ നിന്ന് ആദ്യ ഭാഗം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നു. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ ബാക്കിയും വിശുദ്ധമാകും. ആദ്യ ഭാഗം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നു. പിന്നീട് ബാക്കി വരുന്ന ദൈവത്തിൻ്റെ 90% നമ്മൾ അനുഭവിക്കുന്നു. ഇതൊന്നും നമ്മുടേതല്ല. ദൈവം അനുവദിച്ചാലേ നമ്മളുണ്ടാക്കിയതിൽ നിന്ന് ഭക്ഷിക്കാൻ പോലും കഴിയൂ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളവർക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. ഈ 100%-ൽ 10 ദൈവത്തിന് മാറ്റി വെക്കുമ്പോൾ, ദേവാലയത്തിന് കൊടുക്കുമ്പോൾ, അടുത്ത ഒരു 10, 5 10 അത് നിങ്ങളുടെ മനസാക്ഷി പോലെ. ഓരോരുത്തരുടെ മനസാക്ഷിക്ക് വ്യത്യാസമുണ്ടാകും. കൂടുതൽ മനസാക്ഷിയും മനസ്സലിവും ഉള്ളവരുണ്ട്, അവർ കൂടുതൽ കൊടുക്കും. കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയില്ല. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പേർക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ കൈയല്ലാതെ വേറെ ആരും അറിയരുത്. നമുക്കറിയാവുന്ന നമ്മുടെ ഒപ്പം വളരുന്ന സമൂഹത്തിൽ ഒത്തിരി പേര് പ്രശ്നത്തിലാണ്. ആരും അറിയരുത്. ഞാൻ കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ പറയാറില്ല, എൻ്റെ ഭാര്യയോടും മക്കളോടും പറയാറില്ല. കർത്താവ് പറഞ്ഞു, ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുത്. അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്യട്ടെ, എനിക്ക് ചെയ്യാനുള്ളത് എനിക്ക് ചെയ്യണം. അപ്പം നന്മ ചെയ്യുന്നവർക്ക് മഹത്വവും മാനവും സമാധാനവും, ആദ്യ യഹൂദനും പിന്നെ യവനനും. അത് ആദ്യ യഹൂദന് കിട്ടേണ്ടതാണ്. എന്നാൽ അവർ ചെയ്യുന്നില്ലെങ്കിൽ അത് ജാതികൾക്കാണ്. അപ്പം നമ്മളിതിനെ പിടിച്ചെടുക്കണം. നന്മ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ മാനവും തേജസ്സും സമാധാനവും എല്ലാം നമ്മൾ പ്രാപിച്ചെടുക്കണം. ഈ സത്യങ്ങളിലൂടെ പോകുന്നവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. കർത്താവിൻ്റെ വേല കൊടുക്കാത്ത എത്രയോ പേരുണ്ട്. നിങ്ങൾ പോകുന്ന ലോക്കൽ ചർച്ചിൽ, നിങ്ങൾ വചനം കേൾക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങളെ പണിയാൻ ദൈവം വെച്ചിരിക്കുന്ന ചർച്ചിൽ നിങ്ങളുടെ ദശാംശം കൊടുക്കണം. അത് ആ സഭാ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്. നിങ്ങളത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വേറൊരാളെ കൊണ്ടുവന്നിട്ട് ദൈവം അത് അവിടെ ചെയ്യിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹം ആ മനുഷ്യന് കിട്ടും. അപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾ കുറേ കാലമായി ചർച്ചയിൽ വന്നിട്ട് ഇന്ന് വരെ അനുഗ്രഹിക്കപ്പെട്ടില്ല. കാരണം നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതെ പോയി. അതുകൊണ്ട് ദൈവസഭയുടെ നിലനിൽപ്പിന് ദൈവത്തിന് വേറൊരാളെ ആക്കേണ്ടി വന്നു. നിങ്ങളാക്കിയ സ്ഥാനത്ത് നിങ്ങൾ ആ സഭയ്ക്കൊരു അസറ്റായി മാറട്ടെ. അനുഗ്രഹിക്കപ്പെടുക. സമൂഹത്തിനൊരു നന്മയുടെ കൈയായി നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് തേജസ്സും മാനവും അക്ഷയതയും സമാധാനവും ഒക്കെ ദൈവം കരുതി വച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സത്യത്തിൻ്റെ വചനങ്ങൾ ഈ മക്കളോട് പറയാൻ കൃപ തന്ന നാഥന് നന്ദി. ഇത് കേട്ട ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള കൃപ കൊടുക്കണം. നന്മ ചെയ്യാനുള്ള പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാർക്ക് ചെയ്യാതിരിക്കുന്ന കുറവുകളെ ക്ഷമിക്കണം. തിന്മ ചെയ്തത് ഞങ്ങൾ ഏറ്റുപറയുന്ന യേശുവേ, ഈ റോമാലേഖനം 2-ാം അധ്യായം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഞങ്ങളോട് ക്ഷമിക്കുകയും ഇത് കേൾക്കുന്നവർക്ക് ഒരു പുതിയ തുടക്കം, ഇത് പറയുന്ന എനിക്കും ഇത് കേൾക്കുന്നവർക്കും ഒരു പുതിയ ചുവട് വെക്കാൻ, ദൈവരാജ്യത്തിൽ ചെലവിടാനും ഇല്ലായ്മക്കാർക്ക് വേണ്ടി കൊടുക്കുവാനും തന്നോട് തന്നെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ മനുഷ്യനെ പോലെ ജീവിക്കാതിരിക്കാനും കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണം. മാന്യതയും തേജസ്സും സമാധാനവും എന്നീ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് കാണുവാനുള്ള കൃപ ഈ മക്കൾക്കുണ്ടാകട്ടെ. നന്മ ചെയ്യുന്നവരെ ഓർക്കണമേ. കൂടുതൽ നന്മ ചെയ്യുവാൻ ഈ മക്കൾക്ക് കൃപയുണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ, ആമേൻ. ഓരോ വാക്യങ്ങളിലൂടെ നമുക്ക് ദൈവവചനം പഠിക്കാം. ഞാൻ വിശ്വസിക്കുന്നു റോമാലേഖനം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തന്നെ പലരും പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ വെറുതെ വായിച്ചു പോയതാണ്, ഇപ്പോഴാണ് ഇത്രയൊക്കെ കാര്യം ഇതിലുണ്ടെന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും എനിക്കും കുറച്ചൊക്കെ മനസ്സിലായിട്ടുള്ളൂ. ശരിക്കും മനസ്സിലായാൽ കുറച്ചും കൂടി ഗ്രഹിപ്പിക്കാൻ എനിക്ക് കഴിയും. നമുക്ക് തമ്മിൽ പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൻ്റെ ഓരോ ആഴമേറിയ സത്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. നാളെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10 ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരണം. കർത്താവിൽ നമുക്ക് ഒരുമിച്ച് ബലപ്പെടാം. ഗോഡ് ബ്ലസ് യു. മഹോന്നതനേ, നിത്യനായോനേ, ഞാൻ നമിക്കുമേ. ഞാനാകുന്നവൻ, ഞാനാകുന്നവനെ ഞാൻ സ്തുതിക്കുമേ. യേശുവിനെ എന്നെ തേടി വന്ന നാഥാ, ഞാൻ എല്ലാ നാളും നിന്നെ വാഴ്ത്തും. എന്നെ തേടി വന്ന നാഥാ, ഞാൻ എല്ലാ നാളും നിന്നെ വാഴ്ത്തും. എൻ്റെ ദുഃഖം സർവം മായ്ക്കും ദേവാ യേശുവേ. ക്രൂശിതനേ
സാമീപ്യം യേശുനാഥ, എന്നിൽ ജീവശ്വാസം നൽകും നിൻ സാമീപ്യം, നിൻ സാമീപ്യം യേശു